ദയവ് ചെയ്ത് എനിക്കൊരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ തരണമേ എന്ന് ഒരു അതിജീവിത കേരള സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ട് 2 മാസമായിരിക്കുന്നു. എന്താണ് അതിനൊരു തുടർച്ച? മുൻ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കുറ്റവിമുക്തനാക്കപ്പെട്ട ലൈംഗിക പീഡന കേസിൽ അതിജീവിതയായിട്ടുള്ള കന്യാസ്ത്രീ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കണ്ട് വീണ്ടും കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെന്നും അതിനായിട്ട് തനിക്കൊരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ അനുവദിക്കണമെന്നും അഭ്യർത്ഥിച്ചിട്ട് 2 മാസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. അന്ന് വേണ്ടത് ചെയ്യാം എന്ന് പ്രതികരിച്ച മുഖ്യമന്ത്രിയിൽ നിന്ന് ഈ 2 മാസങ്ങൾക്ക് ശേഷവും തുടർ നടപടികൾ ഉണ്ടാവാത്തത് വലിയ രീതിയിലുള്ള അസ്വസ്ഥതകൾക്ക് കാരണമാവുകയാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നീതിക്ക് വേണ്ടിയുള്ള ആ സ്ത്രീയുടെ ഏകാന്തമായിട്ടുള്ള പോരാട്ടത്തെക്കുറിച്ചാണ്. അധികാരത്തിൻ്റെ കോട്ടവാതിലുകൾക്ക് മുന്നിൽ തളർന്നു പോകാതെ സ്വന്തം സഭയിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ടിട്ടും നീതി എന്ന് പറയുന്ന ഒരൊറ്റ വാക്കിൽ മുറുകെ പിടിച്ചു നിൽക്കുന്ന ഒരു കന്യാസ്ത്രീ. ജലന്ധർ മുൻ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കുറ്റവിമുക്തനാക്കപ്പെട്ട പീഡന കേസിലെ അതിജീവിത. നമുക്കറിയാം, 4 വർഷം മുമ്പാണ് കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ കുറ്റവിമുക്തനാക്കിയത്. ആ വിധി കേട്ടപ്പോൾ പലരും ഞെട്ടി. കാരണം സഭയ്ക്കുള്ളിലെ അതിശക്തനായ ഒരു വ്യക്തിക്കെതിരെ പരാതിയുമായിട്ട് വരാൻ ആ സഹോദരി കാണിച്ച ധൈര്യം ചെറുതായിരുന്നില്ല. 13 തവണ താൻ ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പരാതിപ്പെട്ട ഒരു സ്ത്രീ അത് പുറത്തു പറയാനെടുത്ത ആ 2 വർഷത്തെ കാലതാമസമാണ് അന്ന് കോടതി പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. പക്ഷെ നമുക്ക് ആലോചിച്ച് നോക്കാവുന്നതേയുള്ളൂ. ഒരു സന്യാസ സഭയുടെ കർക്കശമായിട്ടുള്ള നിയമങ്ങൾക്കുള്ളിൽ തൻ്റെ സഭാമേലധികാരിയായിട്ടുള്ള ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിട്ട് വാഴ്ത്തപ്പെടുന്ന ഒരാൾക്കെതിരെ ശബ്ദമുയർത്താൻ ഒരു സാധാരണ കന്യാസ്ത്രീക്ക് എത്രത്തോളം മാനസിക സംഘർഷം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകുമെന്നുള്ള കാര്യം. ആ അധികാര ഘടനയെക്കുറിച്ച് അറിയാത്തവരാണ് എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല എന്ന് ഇന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിഷയം അതല്ല. വിചാരണ കോടതിയുടെ വിധിക്കെതിരെ സർക്കാരും അതിജീവിതയും നൽകിയ അപ്പീൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഇവിടെയാണ് അതിജീവിത ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത്. എനിക്ക് വേണ്ടി വാദിക്കാൻ ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ വേണം. ഈ ആവശ്യം ഉന്നയിച്ച് അവർ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടിട്ട് മാസങ്ങൾ 2 കഴിഞ്ഞിരിക്കുന്നു. വേണ്ടത് ചെയ്യാമെന്ന ഉറപ്പ് മുഖ്യമന്ത്രി നൽകിയതാണ്. പക്ഷേ ഫയലുകൾ ഇപ്പോഴും എവിടെയോ കുടുങ്ങിക്കിടക്കുന്നു. എന്തിനാണ് ഈ കുടുങ്ങിക്കിടക്കൽ, അല്ലെങ്കിൽ എന്തിനാണ് ഈ വൈകൽ? നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് മറ്റൊരു പീഡന പരാതിയുമായി വന്ന യുവതിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവർ കുടിച്ചതിന് സമാനമായിട്ടുള്ള ഒരു കപ്പിൽ നിന്ന് വെള്ളം കുടിച്ച് അതിൻ്റെ ചിത്രം നമ്മുടെ മുന്നിലേക്ക് എത്തിക്കപ്പെട്ടു മുഖ്യമന്ത്രിയിൽ നിന്നടക്കം. ആ പ്രതീകാത്മകമായിട്ടുള്ള ഐക്യദാർഢ്യം നല്ലത് തന്നെ. പക്ഷെ വർഷങ്ങളായി നീതിക്ക് വേണ്ടി തെരുവിൽ സമരം ചെയ്ത മഠത്തിനുള്ളിൽ വീട്ടുതടങ്കലിലെന്നോണം കഴിയുന്ന ഈ കന്യാസ്ത്രീയുടെ കാര്യത്തിൽ ആ ആവേശം എവിടെ പോകുന്നു? പ്രതീകാത്മകമായിട്ടുള്ള ഐക്യദാർഢ്യത്തേക്കാൾ അവർക്കിപ്പോൾ ആവശ്യം നിയമപരമായിട്ടുള്ള പിന്തുണയാണ്. പുറവിലങ്ങാട്ടെ ആ മഠം ഇന്ന് ഒരു ഏകാന്ത ദ്വീപായിട്ട് മാറിയിരിക്കുന്നു. 5.5 ഏക്കർ വരുന്ന ആ വലിയ പറമ്പിൽ ഇന്ന് അവശേഷിക്കുന്നത് അതിജീവിത ഉൾപ്പെടെ വെറും 3 കന്യാസ്ത്രീകളാണ്. ഒപ്പമുണ്ടായിരുന്നവർ ഓരോരുത്തരായിട്ട് സഭ വിട്ടുപോയി. ചിലർ മടുത്തുപോയി, ചിലർ ഭയന്നുപോയി. അവിടെ അവർ അനുഭവിക്കുന്ന പീഡനങ്ങൾ കേട്ടാൽ നമ്മൾ ലജ്ജിച്ചു പോകും. ബിഷപ്പിനെതിരെ പരാതി നൽകിയ അന്ന് മുതൽ ആ മഠത്തിലേക്കുള്ള അലവൻസുകൾ ജലന്ധർ രൂപത നിർത്തിവെച്ചിരിക്കുകയാണ്. ജീവിക്കാൻ ഒരു നിവൃത്തിയുമില്ലാതെ വന്നപ്പോൾ അവർ കണ്ടെത്തിയ വഴികൾ എന്താണെന്നറിയാമോ? കോഴികളെയും താറാവുകളെയൊക്കെ വളർത്തുന്നു. യൂട്യൂബ് നോക്കി തയ്യലും എംബ്രോയിഡറിയും പഠിച്ച് അത് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നു. പറമ്പിലെ വാഴക്കുല വിറ്റ് കിട്ടുന്ന ചെറിയ തുക കൊണ്ട് അന്നന്നത്തെ വിശപ്പടക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ മിഷണറി സംഘടനകളിൽ ഒന്നിൻ്റെ ഭാഗമായിരുന്ന ഇവർക്ക് സ്വന്തം അവകാശങ്ങൾക്കായിട്ട് തയ്യൽ മെഷീന് മുന്നിൽ ഇരിക്കേണ്ടി വരുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ കന്യാസ്ത്രീകൾ ഇത്തരത്തിൽ ക്രൂശിക്കപ്പെടുന്നത് ഇതാദ്യമായില്ല. മിസ്റ്റർ അഭയ കേസ് നാം മറന്നിട്ടില്ല. അന്ന് നീതി ലഭിക്കാൻ പക്ഷേ എത്ര പതിറ്റാണ്ടുകൾ എടുത്തു എന്നുള്ളതിന് നമ്മളെല്ലാവരും സാക്ഷികളാണ്. തെളിവുകൾ നിരന്തരം നശിപ്പിക്കപ്പെട്ടും സാക്ഷികൾ കൂറുമാറിയും ആ കേസ് അട്ടിമറിക്കാൻ നടന്ന ശ്രമങ്ങൾ ചെറുതല്ല. ഏറ്റവും ഒടുവിൽ അടയ്ക്ക രാജു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു കള്ളൻ്റെ സത്യസന്ധതയ്ക്ക് മുന്നിലാണ് അധികാരത്തിൻ്റെ കള്ളത്തരങ്ങളെല്ലാം പൊളിഞ്ഞു വീണത്. അതുപോലെ തന്നെയാണ് ഈ കേസിലും. അതിജീവിതയെ മാനസികമായിട്ട് തകർക്കാൻ സഭയ്ക്കുള്ളിലെ ഒരു വിഭാഗം ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ ഒറ്റപ്പെടുത്താനും അവർക്ക് വട്ടാണ്, കിറുക്കാണ് എന്ന് വരുത്തി തീർക്കാനുമുള്ള നീക്കങ്ങൾ നടക്കുന്നു. പക്ഷേ അവർ തോൽക്കാൻ തയ്യാറല്ല. കഴിഞ്ഞ ആഴ്ച ആദ്യമായിട്ട് അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സംസാരിക്കുകയുണ്ടായി. കേസിലെ നിയമവശങ്ങളെക്കുറിച്ചല്ല, മറിച്ച് അവർ അനുഭവിച്ച യാതനകളെക്കുറിച്ച്. ആ വാക്കുകളിൽ വിറയലുണ്ടായിരുന്നില്ല, മറിച്ച് നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദാഹം ഉണ്ടായിരുന്നു. അത് സംശയമില്ല. വിചാരണ കോടതി ബിഷപ്പിനെ വിട്ടയച്ചപ്പോൾ കോടതി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിജീവിതയുടെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങളാണ് കോടതി അന്ന് ഉയർത്തിക്കാണിച്ചത്.
എന്നാൽ ലൈംഗികാതിക്രമത്തിനിരയായ ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥയോ അവർ നേരിട്ട ഭീഷണികളോ കോടതി വേണ്ടത്ര പരിഗണിച്ചോ എന്നുള്ള ചോദ്യം നിയമവൃത്തങ്ങളിൽ ഇപ്പോഴും സജീവമാണ്. സുപ്രീം കോടതിയുടെ തന്നെ പല വിധികളിലും വ്യക്തമാക്കുന്നത് അതിജീവിതയുടെ മൊഴി വിശ്വസനീയമാണെങ്കിൽ അത് മാത്രം മതി പ്രതിയെ ശിക്ഷിക്കാനെന്നാണ്. ഇവിടെ 13 തവണ പീഡിപ്പിക്കപ്പെട്ടു എന്നൊരു സ്ത്രീ പറയുമ്പോൾ അത് തെളിയിക്കാനുള്ള ബാധ്യത നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കുണ്ട്. അതിജീവിതയായ കന്യാസ്ത്രീക്ക് റേഷൻ കാർഡ് നൽകി എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വളരെ സ്വാഗതാർഹമായിട്ടുള്ള നീക്കമാണ് അത്. ഭക്ഷണത്തിനുള്ള വഴി ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ അവർക്ക് വേണ്ടത് ആഹാരം മാത്രമല്ല, നീതി കൂടിയാണ്. ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ ഇനിയും അമാന്തിക്കരുത്. അത് ആ സഹോദരിയോട് ചെയ്യുന്ന കരുണയല്ല, മറിച്ച് ഈ ജനാധിപത്യ രാജ്യത്ത് ഒരു പൗരന് ലഭിക്കേണ്ട അവകാശമാണ്. സഭയുടെ വോട്ട് ബാങ്ക് ഉണ്ട്, തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ആ വോട്ട് ബാങ്കിനെ ഭയന്നാണോ അതോ മറ്റെന്തെങ്കിലും സമ്മർദ്ദം കൊണ്ടാണോ സർക്കാർ ഈ ഫയലിൽ ഇതുവരെയും ഒപ്പിടാത്തത് എന്ന് പലരും ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ആ ചോദ്യം വന്നിരിക്കുന്നു. അതുകൊണ്ട് അതിജീവിതം ഒറ്റയ്ക്കല്ല എന്ന് ഈ സമൂഹം തെളിയിക്കേണ്ടതുണ്ട്. അവർക്ക് ചുറ്റും പോലീസ് കാവലുണ്ട്, ശരിയാണ്. പക്ഷേ അവർക്ക് വേണ്ടത് പോലീസിൻ്റെ തോക്കുകളല്ല, നീതിപീഠത്തിൻ്റെ സംരക്ഷണമാണ്. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.